മാതാവേ, പള്ളിയിലൊരു വലിയ സ്റ്റാർ ഇട്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടായി. ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കാറുള്ളതല്ലേ. എല്ലാവരുടെയും വീട്ടില് വലിയ സ്റ്റാർ ആണ്. ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു സ്റ്റാർ പോലും ഇല്ല മാതാവ്. ഈ ഞാൻ ആന്റണി ഒന്ന് വിളിക്കട്ടെ. അവൻ എല്ലാ ദിവസവും രാവിലെ മാതാവിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടല്ലേ എല്ലാ കാര്യം ചെയ്യാറുള്ളൂ. മാതാവേ, കാത്തോളണേ മാതാവേ. ആന്റണി, നീ നാട്ടിലേക്ക് പോവുകയാണോ? ആ സിസ്റ്ററെ, ഞാൻ പോവുകയാണ്. എല്ലാരും അന്വേഷിച്ചെന്ന് പറയാം. ആ തീർച്ചയായിട്ടും ഞാൻ പറയാം. ഇച്ചയ, ആ ഫോണിങ് എടുത്തേ. മോനെ വിളിക്ക്. ആ അമ്മിച്ചി. ആന്റണി, നീ ഇറങ്ങിയോ അവിടുന്ന്? ഞാൻ വൈകിട്ട് അങ്ങോട്ട് എത്തും അമ്മിച്ചി. ശരി മോനെ. ഓക്കെ അമ്മിച്ചി, വെക്കട്ടെ. ഓക്കെ. മോളെന്താ പള്ളിയിൽ പോയിട്ട് വരാൻ ഇത്ര വൈകണേ? ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുവല്ലേ, അവളിങ് വന്നോളും. ശരി, എന്നാ നീ എനിക്കൊരു കട്ടൻ ചായ എടുക്ക്. ഇതാരി മുഹമ്മദോ? എന്താ മോളെ ഇത്ര വൈകിയത്? മോളകത്തേച്ചല്ലേ, പോയിരുന്നു പഠിക്ക്. ആ പറയും മുഹമ്മദേ. ക്രിസ്മസ് ആയിട്ട് ഇവിടെ ഒച്ചനക്കൊന്നുമില്ലല്ലോ. ആന്റണി ഇന്ന് വരുമോ? ആന്റണി ഇന്ന് വരും. എന്നാലും മുഹമ്മദേ, നീ ഈ വഴിയൊന്നും മറന്നില്ലല്ലോ. നിന്നെ മറക്കാൻ എനിക്ക് പറ്റുമോ? അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട്. നിന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറുന്നൊരു ദിവസം വരും. നീ സമാധാനമായിട്ടിരിക്കും. ഇതൊന്നും വേണ്ട മുഹമ്മദ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ജോസഫേ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. മേരി, ഞാൻ ഇറങ്ങാട്ടാ. ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട മേരി, ഞാൻ കുടിച്ചിട്ടാ ഇറങ്ങിയത്. ആ ശരി. ഇവിടെ ആരും ഇല്ലേ അപ്പച്ചാ? അമ്മിച്ചി, ഇവിടെ ആരും ഇല്ലേ? അനിമോളെ, ഇവരെല്ലാവരും അവിടെ പോയി. ഇതാരും കാണില്ലല്ലോ. അപ്പച്ചാ, അമ്മിച്ചി, അനിമോളെ, അപ്പച്ചാ, അപ്പച്ചാ, അമ്മിച്ചി. വേണ്ട, വേണ്ട അപ്പച്ച, എന്താ പറ്റിയത്? ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി എന്താ ഉണ്ടായത്? ഈ ആനിമോളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടായിരുന്നു. അപ്പച്ചൻ ഇങ്ങോട്ട് വന്നേ. ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം എന്ത് പ്രശ്നമാണ് അപ്പച്ച അവിടെ ഉണ്ടായത്? പറ. ഒന്നുമില്ലാത്തോണ്ടാണോ അപ്പച്ചനും അമ്മച്ചിയും തീ കൊളത്തി മരിക്കാൻ പോയത്? നമുക്ക് പൈസക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. നല്ല ചങ്കുറപ്പോടുകൂടിയാണ് അപ്പച്ചൻ എന്നെ വളർത്തിയത്. അങ്ങനെയുള്ള ഈ കുടുംബത്തില് ആരാണ് കേറി വന്നത്? എന്താണ് ഉണ്ടായത്? അപ്പച്ചനോടല്ലേ ചോദിച്ചത്? പറ അപ്പച്ച. ഒരു കാരണമുണ്ട് മോനെ. എന്താണത്?
ഇതാര് ടോണിയോ? എന്റെ കാശറ മാറി വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നു. ഇറങ്ങി പോടാ അവിടുന്ന്. നായിന്റെ മോളെ, നീ അങ്ങോട്ട് കൊഴുത്ത് പോയല്ലോടി. പോ പോ. നിന്റെ മോനെന്തേടി ബാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ എത്തിയില്ലേടി? ഇറങ്ങി പോടാ പട്ടി ഇവിടുന്ന്. പിടിക്കളയനെ. നീ തീർന്നടാ. അപ്പച്ചാ നിന്നെ നിന്റെ കുടുംബത്തെ കട്ടിക്കൂട്ടാ. എന്റെ കയ്യിൽ നിന്ന് നീ കാശ് വാങ്ങിയിട്ട് എന്നോട് ഇറങ്ങി പോകാൻ പോയെന്നോടി കഴിവേറുടെ മോളെ. എനിക്കിന്ന് നീ മതി കേട്ടോടി. നിക്കടേ നിന്നെ ശരിയാക്കി പുല്ലേ എടുത്ത് മാറ്റട ഈ തെണ്ടിയുടെ മോളെ. നാശം പിടിച്ചവള്. ഓ ടോണി, പക്ഷെ അവൻ എന്റെ കുടുംബത്ത് കയറിയാ ദ്രോഹിച്ചത്. അവനെ ഞാൻ വിടില്ല. ഒരു നിമിഷം ഞാൻ വൈകിയിരുന്നെങ്കിൽ എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇല്ലാതായെന്നെ. അവനെ ഞാൻ വെറുതെ വിടില്ല. മാതാവ് കാത്തു മോനെ. മനു, നീ തിരക്കിലാണോടാ? ആ പലിശക്കാരൻ ടോണി ഇപ്പൊ അവിടെ ഉണ്ടടാ? എവിടാന്നറിയില്ല, പതിവായിരിക്കുന്ന സ്ഥലങ്ങളിൽ കാണും. എന്താടാ കാര്യം? ഒന്നുമില്ലടാ. എന്നാ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. ചേട്ടായി, ആ ഈ സ്റ്റാറും തൂക്കി തരോ? ഈ സ്റ്റാർ കൊച്ചിന് ആരാ തന്നേ? സ്കൂളിൽ തന്നതാ. അതെയോ? ഇതാണ് നമ്മുടെ കുഞ്ഞ നക്ഷത്രം. കേട്ടോ? സന്തോഷമായ? കുഞ്ഞു നക്ഷത്രം. അപ്പച്ചാ, അമ്മച്ചി, ആനിമോളെ, പള്ളി പോയിട്ട് വരാട്ടോ. ഒന്ന് ശ്രദ്ധിക്കടാ അവിടെ. ഏറ്റാശാൻ അവനങ്ങട് തീർക്കടാ. ആശാന്റെ കൈ കൊണ്ട് ചാകണ്ടെങ്കിലും മാറി നിൽക്കണം. നായിന്റെ മോനെ, എന്റെ വീട്ടിൽ പണിയാറാടാ. നിന്റെ പൈസ പുല്ല്. ആശാനെ വിടണവനെ. തല്ലണേ. വിടുമോനെ.
ആന്റണി ഇവനെന്റെ കുടുംബത്തേറി ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാണ്. ഇവനെ ഞാൻ കൊന്നുകളയും. ആന്റണി ഒന്നും നോക്കൂല. വരാനല്ലേ പറഞ്ഞത്? തീർത്തളയും ഞാൻ. അകത്തേക്ക് കയ്യിന്ന് പോ. വിടച്ച. ആന്റണി, വരാനല്ലേ പറഞ്ഞത്? എല്ലാവരും ഇങ്ങോട്ടേക്ക് വരൂ. ആന്റണി, നീ ഒന്ന് ക്ഷമിക്കൂ. വാശിയും വൈരാഗ്യവും ഒന്നിനും ഒരു പരിഹാരമല്ല. മദ്യവും മയക്കുമരുന്നും മനുഷ്യൻ അല്ലാതാക്കുന്നു. ജീവിതത്തിൽ നന്മ ചെയ്യുന്നവർക്കൊപ്പം ഈശോയും മാതാവും എന്നും കൂടെ ഉണ്ടാകും. ആന്റണി മോനെ, ഞാൻ ചെയ്ത തെറ്റ് മോൻ എന്നോട് ക്ഷമിക്കും മോനെ. മാതാവേ, എന്നോട് ക്ഷമിക്കും മാതാവേ. എല്ലാ മനുഷ്യരിലും ഒരു നന്മയുണ്ട്. ആ നന്മയെ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ മനുഷ്യൻ ഒരു തെറ്റിലേക്കും പോകുകയില്ല. ടോണി, ആന്റണിയും സാന്ദ്രയും ഒരുപാട് നാളായി സ്നേഹത്തിലാണ്. മാതാവിന്റെ നാമത്തിൽ നമുക്കിവരെ ഒന്ന് ചേർക്കാം. കൈ കൊടുക്കൂ മോളെ. ദൈവനാമത്തിൽ ഇവർ ഒന്നാകട്ടെ.